ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളൊരു വർക്ക് റീവർക്കാണ്. റീവർക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മളെ പോരായ്മയല്ല. പ്ലാസ്റ്റിങ് ചെയ്തിട്ട് ടൈൽസ് ഒട്ടിക്കാൻ വന്നപ്പോൾ തൂക്ക് കിട്ടാത്തത് കൊണ്ട് അവർ അഡീഷണലായിട്ട് ഒന്നുകൂടി തേക്കേണ്ടി വന്നു. അതായത് ഒരു എൻജിനീയർ വർക്കാണ്. അപ്പോൾ അതനുസരിച്ച് അഡീഷണലായിട്ട് ഒന്നുകൂടി തേച്ചപ്പോൾ നമ്മളെ മിക്സർ ടാപ്പ്, അതായത് ബേസിൻ മിക്സറാണിത്, കോളറിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അളവെല്ലാം തെറ്റിപ്പോയി. ടോട്ടൽ മൊത്തത്തിൽ ചുമര് അങ്ങനെ കോണായി പോയത് കൊണ്ട് അവർക്കത് ലെവൽ ചെയ്യേണ്ടി വന്നപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ഉള്ളിൽ പോയി. അപ്പോൾ ഒരുവിധം മാക്സിമം ഒക്കെ നമ്മൾ മിക്സർ ടാപ്പുകളൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കനം, ഒരു ഇഞ്ചിൻ്റെ മുകളിലേക്ക് കനം കയറി. അതായത് ഇത് തൂക്കിന് ലെവലാക്കേണ്ടി വന്നപ്പോൾ. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു തൂക്കി തേക്കാത്തത് കൊണ്ടുള്ള ഒരു പോരായ്മയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ളൊരു തേപ്പല്ല ഇവിടെ നടന്നിട്ടുള്ളത്. കറക്റ്റ് തൂക്കി തേക്കാത്തത് കൊണ്ടൊരു കമ്മട്ടത്തിന് അടിച്ചു വിട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്ത് പോയി. കംപ്ലീറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടി ഫൈനലൈസ് ചെയ്തപ്പോഴാണ് ഇവർ തേപ്പിൻ്റെ ഇത് കണ്ടത്. അപ്പോൾ തേപ്പ് പ്ലാസ്റ്റിങ് അവർ ചെയ്തു. പക്ഷേ നമ്മൾ ഫൈനൽ ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ ഡൂം ഇടാൻ വേണ്ടി പറ്റില്ല. അതായത് മിക്സർ ഡൈവേർട്ടറിൻ്റെ ഡൂം ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ഡൂം ഇടാനും കഴിയില്ല, ഇട്ടാലൊട്ട് അതിന് കൊള്ളില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ പൈപ്പ് PPR ആയിരുന്നു. പിന്നെ നമ്മൾ കുത്തിപ്പൊളിച്ച് ഇത് കട്ട് ചെയ്ത് ഇത് ലെവലാക്കണമല്ലോ. താഴേക്കൊന്നും ഇനി അനക്കാൻ പറ്റില്ല. അതിന് ഓൾറെഡി ഫിക്സഡായി പോയ സാധനങ്ങളാണ്. ഇനി ഇപ്പോൾ ഈ വെച്ച ഈ പൊസിഷനിൽ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാമെന്നല്ലാതെ വേറെ യാതൊരു നിവൃത്തി ഇതിനില്ല. അപ്പോൾ ഇങ്ങനത്തെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ പെട്ടുപോകും. അപ്പോൾ ഇത് നമ്മളെ പോരായ്മയല്ല. അതായത് ഒരു പ്ലാസ്റ്റിങ് ചെയ്യുന്നവൻ കൃത്യമായിട്ട് അത് ചെയ്യാത്ത ഒരു പോരായ്മയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മളിത് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഇത് ഭയങ്കര ഒരു പ്രശ്നമായി മാറും. ക്ലയൻറ്റിന് നമ്മൾ ഈ സാധനം എന്തായാലും സൂട്ടാക്കി കൊടുക്കേണ്ടി വരും. നമുക്കൊട്ട് ചെയ്യാനും കഴിയില്ല. അപ്പോൾ നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു 45 ഒക്കെ ഇട്ട് ചെയ്ത് വൃത്തിയാക്കി കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. PPR ആയതുകൊണ്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചാലും ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. അത്രയും കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ തേപ്പൊക്കെ ഏൽപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നല്ല പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക്, എക്സ്പേർട്ടുകൾക്ക് മാത്രം ഇങ്ങനത്തെ വർക്കുകളൊക്കെ കൊടുക്കുക. ചെറിയ പൈസേൻ്റെ വ്യത്യാസത്തിന് ആളുകൾക്ക് തേപ്പുകൾ കൊടുക്കുമ്പോൾ ഇതുപോലുള്ള എട്ടിൻ്റെ പണി നമുക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ കിട്ടും.